19 വർഷം പഴക്കം കാണില്ലേ? നമുക്ക് ഈ അമ്പലം അങ്ങ് പൊളിച്ച് പുതുക്കി പണിഞ്ഞ് ഇവരെ സഹായിച്ചാലോ? ആ ചായക്കടലിനെ പറ്റി കൊടുത്തായിരുന്നു. എന്നാ പോക്കാണോ അവനൊക്കെ പോകുന്നു? ഇതാടാ പറ്റിയ അവസരം. പാടാ, നമുക്ക് ഹെൽപ്പ് അയാളെ പോലീസ് പിടിച്ചോളൂ, നമുക്ക് അയാളെ രക്ഷിക്കാം. എനിക്ക് നടുവേദന. സൈക്കിൾ എടുത്തേക്ക് ഓട്ടോ ചേട്ടാ, ആക്സിഡന്റ് എത്രയായിരുന്നു കേട്ടോ? 150. ജബ്ബാർ ആക്സിഡന്റ് ആയിട്ട് വന്നവരുടെ കൂടെ ഉള്ളതാരാ? ഞങ്ങളോ? ഈ മരുന്ന് എത്രയും വേഗം വാങ്ങിച്ചോണ്ട് വരണേ. നമ്മളിനി എന്ത് ചെയ്യും അല്ലയ്യ? എന്റെ ഇനി ഒന്നുമില്ല. നീ മോതിരം ഒന്ന് പിടിക്കും. എടാ ബന്ധുക്കൾ വന്നോടാ, തിരിച്ച് മേടിച്ചു തരാടാ. ഊർത്താടാ, മരുന്ന് മേടിക്കണ്ട. രഘു ഇവിടെ കേട്ടോ. ചേട്ടനാരാ? അളിയനല്ലേ? അവിടെ എവിടെ ആക്സിഡന്റ് ആയിട്ട് നടക്കുന്നത്? അപ്പുറത്താണ്. ആരാ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നത്? ഞങ്ങളാ സാർ. എന്താ സംഭവിച്ചത്? സാർ, ഞങ്ങൾ ജംഗ്ഷനിൽ നിന്നപ്പം ഒരു കാർ വന്ന് ഇയാളെ ഇടിച്ചിട്ട് നിർത്താതെ പോയി. എന്നിട്ട് കാറിന്റെ നമ്പർ ഓട്ടായിരുന്നു? ഇല്ല സാർ, അതിനു മുമ്പേ അവൻ പോയി. പിന്നെ ഒരു കിട്ടിയ വണ്ടി വിളിച്ച് അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ടുവരികയായിരുന്നു. കിട്ടിയ വണ്ടി പിടിച്ച് പുള്ളിക്കാരനെ കൊണ്ടുവരികയായിരുന്നു. ജീവൻ രക്ഷിക്കാനല്ലേ സാർ ആദ്യം നോക്കണം. അതാണോ സാർ, നമ്മൾ ജാം ഹെൽപ്പിന്റെ പ്രവർത്തകരായിരുന്നു. ആർക്കും എന്ത് സഹായത്തിനും ഞങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക വീഴ്ച. സാറേ, ഇയാളെ ഓട്ടോ പിടിച്ച് കൊണ്ടുവന്നത് മരുന്നിനൊക്കെ ആയിട്ട് കുറച്ച് പൈസ ചെലവായിരുന്നു. ഇത്രയും പൈസ നിങ്ങളുടെ ഉണ്ടായിരുന്നോ? അല്ല, ഞങ്ങൾ ഇതിന്റെ മോതിരം പണയം വെച്ചിട്ടാ കൊടുത്തത്. മോതിരം? അയാൾക്ക് ബോധം തെളിയട്ടെ, അതിനുശേഷം ഞാൻ സംസാരിക്കാം. സാർ, ആക്സിഡന്റ് പറ്റിയ ആളിനും ബോധം വന്നു. ബോധം തെളിഞ്ഞിട്ടുണ്ടോ? നിങ്ങളോടോ? എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ. എന്താ സംഭവിച്ചത്? ഞാനിതുപോലെ സൈക്കിളിന് വരുമ്പോൾ ഒരു കാറുകാരൻ വന്ന് എന്നെ പിടിച്ചിട്ടിട്ട് പോയി. ആളുകളെ കണ്ടാ തിരിച്ചറിയോ? തിരിച്ചറിയാം സാറേ. തിരിച്ചറിയാം. ഈ നിൽക്കുന്ന ആരാ? അത് എന്റെ അളിയനാ സാറേ. അളിയനാണ്. ഈ നിൽക്കുന്നവരെ അറിയാവോ? അറിയാം സാറേ. യവന്മാരെ എന്നെ വണ്ടി ഇടിച്ചത്. അതെ സാറേ, യവന്മാര്. എന്നിട്ട് അതാണോ നീ എല്ലാവരും ഇത്ര നേരം നാടകം കളിച്ചത്? ഞങ്ങളല്ലേ? നിങ്ങളല്ലേ?